അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഞാനൊരു പാത്രത്തിലേക്ക് പകർത്താട്ടെ. ഇതിപ്പോൾ ഇരുന്നിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ നോക്കിക്കേ, എന്ത് സൂപ്പറായിട്ട് വന്നേക്കണേന്ന് നോക്കിക്കേ. നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് വലിയ പീസ് ആക്കിയിട്ടില്ല, ഈ ലെഗ് പീസ് മാത്രമാണ് ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത്. അതൊന്ന് വരഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ടേബിൾ സ്പൂൺ ആട്ടെ, 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ. പിന്നെ ചേർക്കുന്നത് സവോളയാണ്. ഇവിടെ ഞാൻ 1.5 സവോള എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ സവോളയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതേപോലെ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ടേബിൾ സ്പൂണിൽ അളന്നെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചും കൂടി നല്ലൊരു മണമൊക്കെ ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തോ. പിന്നെ ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പൊടിയുള്ള തൈരാട്ടോ. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അത് തക്കാളി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ചേർക്കുക. സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. നിങ്ങൾ സവോളയൊക്കെ വറുത്തെടുത്ത ഓയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് എടുക്കുക. പിന്നെ ചിക്കൻ നിങ്ങൾ കഴുകിയിട്ട് എടുക്കുമ്പോഴായിരുന്നാലും നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കേ, ഒട്ടും ഇങ്ങനെ വെള്ളമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചിക്കൻ ഞാനിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതേപോലത്തെ ഉള്ളിൽ വെക്കുന്ന ഒരു ട്രേ ഉണ്ടാവും, ഇതേപോലത്തെ. ഇതും കൂടിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ വേറെ ഒന്നും ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. അത് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഇത് ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് സെൻറ്റിഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 175 സെൻറ്റിഗ്രേഡിൽ വയ്ക്കുക. ഫാരനൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 ഫാരനൈറ്റിൽ വയ്ക്കുക. ഇവിടേക്കും എപ്പോഴും ഫാരനൈറ്റാണ്, നാട്ടിലേക്ക് സെൻറ്റിഗ്രേഡാണ്. അപ്പോൾ സെൻറ്റിഗ്രേഡ് 175, ഫാരനൈറ്റ് 350 ഫാരനൈറ്റിൽ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു 15 മിനിറ്റ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ച് മറിച്ചാക്കി നീട്ടണം. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ കുറേ സമയം വെക്കരുത്. ഫസ്റ്റ് 15 മിനിറ്റാണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോണേട്ടാ. അപ്പോൾ എയർ ഫ്രയറിലേക്ക് വയ്ക്കാണ്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനെ തിരിച്ചാക്കി ഇടാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്കിനി ഭയങ്കര കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യണ്ട. ചിലപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ചിക്കനൊക്കെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ സവോള വറുത്തതാണ് നമ്മൾ മിക്കപ്പോഴും ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ സവോള ചേർത്താൽ മതി. കാരണം ഇത് ചിക്കൻ മുരിയണതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെയും സവോള നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇങ്ങനെ ചിക്കൻ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ചിക്കൻ നല്ലൊരു മുരിഞ്ഞ ചിക്കൻ ആയിരിക്കുമല്ലോ ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സെയിം സമയം തന്നെ ഒരു 15 മിനിറ്റ് കൂടി സെയിം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 350 ഫാരനൈറ്റിൽ ആദ്യം വെച്ചിരുന്ന സെയിം ടെമ്പറേച്ചറിൽ തന്നെയായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ബിരിയാണിക്കുള്ള നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ റൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്.
അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് അരി എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ചേർക്കേണ്ടത്. ഓയിൽ ചേർക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് സവോള വറുത്ത ഓയിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം 2 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ എന്നാലും വെജിറ്റബിൾ ഓയിൽ ഇടുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇടുക. നമ്മുടെ നെയ്യും ഓയിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തത്, ഒരുപാട് ചേർക്കണ്ട. ഞാനിവിടെ ഒരു സവോളയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഈ സവോള അത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പിന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാനിവിടെ ഓൾറെഡി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് റൈസ് എടുത്തപ്പോൾ ഞാനിവിടെ 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ ഒരു പൊടിക്ക് ഒന്ന് കൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കുക. കാരണം നമ്മുടെ റൈസിലേക്ക് കൂടിയിട്ടുള്ള ഉപ്പ് വേണമല്ലോ. അപ്പോൾ സാധാരണ വെള്ളത്തിൽ കറക്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് അല്ല വരേണ്ടത്. കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഒന്ന് കൂടി നിൽക്കണം. കുറേ നേരം വെള്ളം ഇട്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നേരത്തെ വെക്കണ്ട, ആ സമയമാകുമ്പോൾ വെച്ചാൽ മതി. കാരണം വെള്ളം അല്ലെങ്കിൽ വറ്റി പോകട്ടാ. ഇനി റൈസ് വേവിക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് നോക്കിക്കുക, ഇത് വലിയ ജീരകം കേട്ടോ. ഇത് ഒരു 3/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഏലക്കായ ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഒരു 6-7 കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ പോയിട്ടോ. പിന്നെ ഇതിനകത്ത് കരയാമ്പൂ എന്നാലും കുറച്ച് കൂടുതൽ ചേർത്തിട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 14 കരയാമ്പൂ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറുകപ്പട്ട, ഇത്രയ്ക്ക് കറുകപ്പട്ട. അപ്പോൾ ഇതാണ് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ചേർക്കണ ഫുള്ളായിട്ടുള്ള നമ്മുടെ മസാല. പിന്നെ റൈസ് വേവിക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഇതേപോലെ നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ നേരമായിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിക്കരുത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ആയിരുന്നാലും മുരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സവോള ആയിരുന്നാലും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ട് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മസാലകളുണ്ടല്ലോ അത് ചേർക്കാണ്. അതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ബേ ലീഫും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർക്കാം. ഇതേപോലെ ഒരു പിടി, കുറച്ചും കൂടി ചേർക്കാം, ഒരു 1.25 പിടി കുറച്ച് ചേർക്കാം. ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. നാരങ്ങനീര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ നാരങ്ങനീര് ചേർക്കണില്ല, എനിക്കത് ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാറില്ല. ഞാനടുത്തത് ചേർക്കുന്നത് ബേ ലീഫാണ് ചേർക്കുന്നത്. ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇത് കുറച്ച് വലുതാണ്, കുറച്ച് നന്നായിട്ട് ചേർത്തു അപ്പോഴായിരിക്കും ആ റൈസിലേക്ക് അതിൻ്റെ ഫ്ലേവർ വരാം. വലുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് 2ആയിട്ട് കീറിയിട്ട് കേട്ടോ, അങ്ങനെയാണ് ഇടാറുള്ളത്. ഇതിലേക്ക് നമ്മൾ റൈസ് ചേർക്കാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ റൈസ് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഒന്ന് തണക്കുമല്ലോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബർണറാണ് ഏറ്റവും ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തീ ഏറ്റവും കുറച്ചിട്ട് മൂടി വയ്ക്കണം. ഇപ്പോഴല്ല കേട്ടോ, ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഏറ്റവും ചെറിയ അടുപ്പ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഈ ചെറിയ അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. തീ ഓഫ് ചെയ്യാണ്, മൂടി വയ്ക്കുകയാണ്. ഈ റൈസ് വേവിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 15 മിനിറ്റ് അതിലും കൂടുതൽ ഒട്ടും വെക്കരുത്. കുറേ സമയം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഇരുന്നിട്ട് ഭയങ്കര ഡ്രൈ ആവും, പിന്നെ റൈസ് പൊട്ടി പോവും. അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴും ചോദിക്കാറുണ്ട്, റൈസ് എന്താണ് ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയില്ലേ, അങ്ങനെ പോണത്. അത് നമ്മൾ കൂടുതൽ നേരം ഇട്ടിട്ട് നമ്മൾ അത് വേവിക്കൊക്കെ ചെയ്യുമ്പോൾ റൈസ് പൊട്ടിപ്പോവും. റൈസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നല്ലൊരു മോയ്സ്ചറിങ് ഉണ്ടാവണം, നല്ലൊരു ഈർപ്പം ഉണ്ടാവണം. അപ്പോൾ ഒരു 15 മിനിറ്റിൽ കൂടുതൽ വെക്കരുത് കേട്ടോ.
ചിക്കൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു 7 മിനിറ്റ്സും കൂടി വെക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, റൈസ് നിങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴായിരുന്നാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റൈസ് ഇതിപ്പോൾ നമുക്ക് 15 മിനിറ്റ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് റൈസ് വേവിച്ച് വെക്കരുത്. കാരണം ഇത് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ കൂടെ നമുക്ക് ബിരിയാണി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ടേസ്റ്റാട്ടോ അതിങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ. കാരണം നമുക്ക് അങ്ങനെ ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നല്ല ഫാറ്റുള്ള ചിക്കനൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിക്കനൊക്കെ ആയിരുന്നാലും മുരിഞ്ഞ സൗണ്ട് കേൾക്കണില്ലേ? കേൾക്കണല്ലേ? ചിക്കനായിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. ചിക്കനൊക്കെ ആയിരുന്നു നോക്കിക്കേ. എൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഞാൻ ആ സവോളയൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട പോലെ അവസാനം ആകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് കിടന്നിട്ട് കരിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കുറച്ച് ചാറൊക്കെ ഉണ്ട്, അത് നമുക്ക് വേണ്ട, അത് ഞാൻ മാറ്റാട്ടെ. അപ്പോൾ നമ്മുടെ റൈസ് ആയിരുന്നാലും റെഡി ആയിട്ടുണ്ട്. റൈസ് തുറന്നപ്പോൾ നല്ലൊരു മണം വന്നിട്ട് അത് നോക്കിക്കേ. നല്ല കറക്റ്റ് പാകത്തിന് റൈസ് ഒട്ടും നോക്കിക്കേ, ക്ലോസപ്പ് ചെയ്യാം, ഒട്ടും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഇരുന്നിട്ട് ഡ്രൈ ആവും, റൈസ് ഉടഞ്ഞു പോകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം, അല്ലെങ്കിൽ റൈസ് ഇരുന്നിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലെയർ റൈസ് ഇടാണ്. ഒന്ന് എല്ലായിടത്തേക്കും ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ബിരിയാണിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്, പിന്നെ കേവര വാട്ടറും ചേർക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ കേവര വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് നല്ലൊരു സ്മെല്ല് കിട്ടും. ഒരു ചെടിമേന്ന് എടുക്കണത് കേട്ടോ. അതിൻ്റെ ഇത് വെള്ളമാണ്, ഇതിൻ്റെ എസൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതേപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടിയിട്ടും നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന്. അത് ഞാനിതിലേക്ക് ആദ്യത്തെ ലെയർ നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ റോസ് വാട്ടർ ഞാനിവിടെ ഡാബറിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് നല്ലൊരു മണമൊക്കെ ഉണ്ട്. അതും ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. സവോള വറുത്തത് ഞാനിപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും പിന്നെ കാഷ്യൂവും ചേർക്കുന്നുണ്ട്. സവോള വറുത്തത് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കട്ടെ, എനിക്കിഷ്ടം അത്. ചിലവർക്ക് എനിക്ക് തോന്നണം അതിങ്ങനെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു ബിരിയാണിയുടെ, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടം. ചെറുതായിട്ട് ഒരു മധുരം. ഇനി നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം നമ്മുടെ ചിക്കൻ ചേർക്കട്ടെ. ചിക്കൻ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുഴഞ്ഞ ബിരിയാണീനേക്കാളും ഇഷ്ടം ഇതേപോലെ ഇങ്ങനെ കുഴഞ്ഞാത്ത ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ബിരിയാണി ഇഷ്ടമുള്ളവർ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ഇങ്ങനെ ചാറൊന്നുമില്ലല്ലോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള വറുത്തത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് ചേർക്കാം. ഞാനത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് ബിരിയാണി ദം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൈസും കൂടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കണം.
ലാസ്റ്റ് ഞാനിവിടെ റൈസിൽ ഒരു ഇച്ചിരി ഫുഡ് കളറും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെ ഇപ്പോൾ ഓർഗാനിക് ഇരിക്കുന്നുണ്ടായിരുന്നു റെഡ് ഫുഡ് കളറ്. അത് അപ്പോൾ ഈ ലാസ്റ്റും ഞാൻ കുറച്ച് റോസ് വാട്ടറും കുറച്ച് കേവര വാട്ടറും ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കട്ടെ. ടേബിൾ സ്പൂൺ കേവര വാട്ടർ. ലാസ്റ്റ് എൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരിയും റൈസിനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഞാനിവിടെ ടെമ്പറേച്ചർ കുറച്ചുകൂടി കുറച്ചിട്ടാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. സെൻറ്റിഗ്രേഡാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 സെൻറ്റിഗ്രേഡിൽ വെക്കുക. ഫാരനൈറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ഫാരനൈറ്റിൽ വെക്കുക. 25 മിനിറ്റ്സാണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ 20 മിനിറ്റ്സ് ആകുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കോട്ടെ ബിരിയാണി ദമ്മായിട്ടുണ്ടോയെന്ന്. അല്ലെങ്കിൽ എക്സ്ട്രാ 5 മിനിറ്റ്സും കൂടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഇവിടെ ഫാരനൈറ്റാണ്. അപ്പോൾ ഞാനിവിടെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി നോക്കിക്ക് നന്നായിട്ട് ദം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ദമ്മായിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് സമയം ഒന്നുകൂടി ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തോട്ടെ. ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ്സ് എടുക്കും. നോക്കിക്ക് റൈസ് ആയിരുന്നാലും ഞാൻ കുറച്ച് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ കേട്ടോ. നന്നായിട്ട് ആവിയാക്കി വറുക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി നന്നായിട്ട് ആവി വന്നിട്ടുണ്ടോയെന്ന്. നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കിയാൽ മതി ഉള്ളിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ടോയെന്ന്. സ്റ്റീം വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ദമ്മായിട്ടുണ്ട്. ചിക്കനൊക്കെ ആയിരുന്നാലും ഇതാ നോക്കിക്കേ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തീരെ ഇങ്ങനെ ഒട്ടി പിടിക്കാത്ത ഒരു ബിരിയാണിയാണിത്. ഇങ്ങനത്തെ ബിരിയാണി ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് നമ്മുടെ സവോള വറുത്തുണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. കാരണം അത് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ അത് ചേർക്കണ്ട. അപ്പോൾ ഈ സവോള ഒരു ഇങ്ങനെ ഒരു വെന്ത പോലെ വരും, അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ റൈസൊക്കെ ഞാൻ പറഞ്ഞ പോലെ അതേപോലെ തന്നെ കറക്റ്റ് വെള്ളം എല്ലാവരും കറക്റ്റ് അളവിൽ എടുത്തിട്ട് ചെയ്യണം. ബിരിയാണി ദം ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കുക. കാരണം ചിലപ്പോൾ 25 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ മുകളിലേക്ക് നമ്മൾ സവാള വറുത്തത് കേട്ടോ. സവാള ആയിരുന്നാലും നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങളെ പിന്നെ ഒരു ദിവസം കാണിക്കാം. ഫ്രയറിൽ വെച്ചിട്ട് നിങ്ങളൊരു സമയത്തും റൈസ് എയർ ഫ്രയറിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട കേട്ടോ. അത് ശരിയാവില്ല. അങ്ങനെ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് റൈസ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. പക്ഷേ റൈസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും റൈസ് വെന്തിട്ടുണ്ടെന്ന്. ഞാൻ പല വട്ടം ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. റൈസ് ഞാൻ ആദ്യം ആ എയർ ഫ്രയറിൻ്റെ അതിനകത്ത് ആ വെള്ളം ഒഴിച്ചിട്ട് സെപ്പറേറ്റ് വേറെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഞാൻ സെപ്പറേറ്റ് ഇടാണ്ട് തന്നെ റൈസ് അതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നെ റൈസ് മൂടി വെച്ചിട്ട് നോക്കി. പല ടൈപ്പിൽ ഞാൻ നോക്കിയായിരുന്നു. റൈസ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒട്ടിങ്ങനെ സോഫ്റ്റായിട്ട് വരില്ല. നമ്മൾ എത്ര സമയം വെച്ചാലും റൈസ് വെന്ത് കിട്ടില്ല. ഇത് നോക്കിക്കേ, ഇത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാൻ റെഡിയാക്കിയെടുത്താണ് റൈസാണ്. ഞാനിത് ഇന്നലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നോക്കി റൈസ് വെന്തിട്ടുണ്ടെന്ന്. പക്ഷേ ഈ റൈസ് വെന്തിട്ടില്ല. അത് വീഡിയോയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും റൈസ് വെന്തിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു സമയത്ത് റൈസ് വെന്ത് കിട്ടില്ല. പിന്നെ ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിന് മുമ്പും ഞാൻ പലവട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ കോഴികൾക്ക് ആ റൈസ് ഇനിയിപ്പോൾ കൊടുക്കാം. പിന്നെ എയർ ഫ്രയറിൻ്റെ ഉള്ളിലായിരുന്നാലും ഇങ്ങനെ കുറേ ഇങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ അങ്ങനെ റൈസ് കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഫ്രയർ ആയിരുന്നാലും കേട് വന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസൊക്കെ ആയിരുന്നാലും നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുത്താൽ മതി. അതിനധികം സമയമൊന്നും എടുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ബിരിയാണിയാണ്.